ഹലോ ഗൈസ്, ഇന്നൊരു പരീക്ഷണമായപ്പോഴത്തേ ഞാനും ഫസിനും ശേഷം കൂടി ഇത് കയ്യിലുള്ള അല്ലറ ചില്ലറ പൈസകളൊക്കെ പെറുക്കാണ്ട് ഇത് വീടിൻ്റെ അടുത്തുള്ള കടയിലോട്ടാട്ടോ പോണത്. സംഭവം നമ്മൾ വിചാരിച്ചു നിനുവിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ഒരു കേക്ക് ഉണ്ടല്ലോ, ആ ഒരു ഡിസേർട്ട് അത് കുറച്ചും കൂടി അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കടയിലോട്ട് വന്നിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കട തുറക്കുന്നുണ്ടായിരുന്നുള്ള എന്തോ ഭാഗ്യത്തിന്, കാരണം സാധാരണ എപ്പോഴും മൂഞ്ചലാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കട എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം കടൻ്റെ ഉള്ളിൽ കയറിയാണ് എടുക്കുന്നത് ലൈറ്റിൻ്റെ ബട്ടർ സ്കോച്ച് ക്രീം ബണ്ണാണ്. ഇതാണ് നമ്മളെ ബേസ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഡെസേർട്ടിൻ്റെ ബേസ്. ഇവിടെ കുറേ ലേസ് തൂക്കിയിട്ട് ഫസ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിച്ചു നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാന്ന്. ഇനി നമ്മളിത് ബിസ്ക്കറ്റ് സെക്ഷനോട് വന്നാൽ ഇവിടെ കുറേ ബിസ്ക്കറ്റ്സ് ഉണ്ട്. നമുക്ക് ആക്ച്വലി വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റ്സിൻ്റെ 10 രൂപയുടെ പാക്കാണ്. അതിവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കി ടൈഗർ ബിസ്ക്കറ്റ്സ് എടുക്കാമെന്ന്. പിന്നെ വിചാരിച്ചു നോക്കി നെപ്പാർട്ടിനെ എടുക്കാമെന്ന്. കൂടെ 2 ഡയറി മിൽക്ക് കൊടുത്തിട്ട് നമ്മളിത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഈ വീഡിയോ കുറച്ച് മുമ്പ് എടുത്തിച്ച വീഡിയോ ആണ്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം നോമ്പ് എക്സാമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടോപ്പ് ഇടുന്നത്, സോറി ഫോർ ദാറ്റ്. ആൻഡ് നമ്മളിത് സംഭവം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ആദ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം പഞ്ചസാരൊക്കെ മിക്സ് ചെയ്തിട്ട് ഈസി കുക്ക് ഓണാക്കാൻ വന്നപ്പോൾ മിക്സിൻ്റെ സ്വിച്ചാണ് ഓണാക്കിയത്. എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഷുഗർ സിറപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒരു ട്രേയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഞങ്ങൾ ഒരു ഡ്രീം കേക്കിൻ്റെ ടീമിനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഫസിനോട് വരാൻ പറഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടല്ലേ, അവളെ വെഡ്ഡിങ് എൻട്രി പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ക്രീം ബണ്ണായിട്ട് വേണ്ടത്. കണ്ടോ ഗൈസ്, 10 രൂപയ്ക്ക് കിട്ടുന്ന ക്രീം ബണ്ണാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താണ് ഗൈസ്, ഉണക്ക ബണ്ണാണ് കിട്ടുന്നത്. ലാസ്റ്റ് ടൈമിൽ ട്രൈ ചെയ്തപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ബണ്ണ്, അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്നു പറയുന്നത് ഇതായിരിക്കും ആവും. അപ്പോൾ ഞങ്ങൾ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരം ഇതിന്മേൽ നോക്കി കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സംഭവം ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ ഒരു ഐഡിയ അല്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് തിരിച്ച് വെച്ച് ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കൈമൊക്കെ ക്രീം അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ഈ അവസാനം ഈ പരുവത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരാൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി തൂക്കിക്കൊണ്ടുപോകണം, കാരണം ഇവിടെ വന്ന ആളെ അലമ്പാക്കോട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് സെറ്റ് ചെയ്യാം, കാരണം നമ്മളെ ബേസിക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡയറി മിൽക്ക് ഇവിടെ മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാക്ക വന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഫുൾ തിരക്കാണ് അവിടെ. ഷസിയും കാക്കയും കൂടി അത് കണ്ടിട്ടാണ് ഈ നീനു ഐഷും കൂടി നീനു അൽസിയും കൂടി കിടന്ന് ചിരിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ സെറ്റ് ചെയ്യണം. ഞാനതൊന്നും മെയിൻ്റെയൊക്കെ നിന്നില്ല, ഷെസനെ ഏൽപ്പിച്ച് കണ്ട് ഞാനിവിടെ ഒറ്റ കയ്യിൽ ക്യാമറയും ഒറ്റ കയ്യിൽ സംഭവം സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്കതിന് മീഡിയ കൂടി നമ്മൾ ചോക്ലേറ്റാണ്. നമ്മളതിൽ ഒരു ഡയറി മിൽക്കേ ഇപ്പോൾ നിലവിലുള്ളൂ, മറ്റൊരു കാക്ക എടുത്തുകൊണ്ടിട്ടുണ്ട്. നമുക്കത് ഈ ഒരു ഡയറി മിൽക്ക് കൊണ്ട് നമുക്ക് 2 ലെയർ സെറ്റാക്കണം. എൻ്റെ ടോപ്പിലാണ് നമ്മൾ മറ്റേ ഡയറി മിൽക്ക് മൊത്തം ഒഴിക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നല്ല അടിപൊളി തിക്ക് ചോക്ലേറ്റ് ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫസിൻ്റെ കൂടെ. അങ്ങനെ ഇത് നമ്മളതിൻ്റെ മേലെ കൂടി. ഇനി നമുക്ക് വേണ്ടത് വേഫറാണ്. വേഫറോ അതല്ലെങ്കിൽ കുക്കീസോ ബിസ്ക്കറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നബാട്ടിയുടെ ചോക്ലേറ്റിന് എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം ആകുമ്പോൾ കുറച്ചും കൂടി ചോക്ലേറ്റ് ആവുമല്ലോ. ഫസിൻ അതുപോലെ ആൽസിയും കൂടി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്, എന്നാലും വലിയ രീതിയിലൊന്നും അലമ്പൊന്നും കാട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിന്ന് വേഫറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടി നമ്മൾ വീണ്ടും ചോക്ലേറ്റ് വയ്ക്കണം, കാരണം നമുക്കല്ല ചോക്ലേറ്റി ആവണമല്ലോ. ടോട്ടലി ചോക്ലേറ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. ഇതിന് പറ്റിയ പേരൊന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. ഞങ്ങളിതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമ്മളിത് സെയിം പ്രൊസീജിയർ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രീം ബൺ ഇടുന്നു, അതിന് മേലെ നമ്മൾ വെറ്റാക്കുന്നു, അതായത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റാക്കുന്നു, അതിന് മേലെ കൂടി വീണ്ടും ചോക്ലേറ്റ് ഒഴിക്കുന്നു, പിന്നെ നമ്മൾ അതിന് മേലെ കൂടി വീണ്ടും വേഫർ ഇടുന്നു. അതുപോലെ തന്നെ അതിന് മേലെ നമ്മൾ ഒരു ചോക്ലേറ്റ് മൊത്തത്തിൽ തിക്കായിട്ടിടുന്നു, ബൂസ്റ്റ് പൊടിയുന്നു. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാളിവിടെ കസാരൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ക്ഷമ നശിച്ചിട്ടായിരിക്കാം, എന്നിട്ട് എന്നോട് കുറേ പറയുന്നുണ്ട് എന്നൊക്കെ കഥകളൊക്കെ. അപ്പോൾ ഇത് സംഭവം സെറ്റാവാൻ അയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിന് മേലെ കൂടി ഓരോന്ന് കാട്ടി കുറച്ചിനിപ്പോൾ ഇത് ഇവിടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂടായപ്പോൾ ഇത് ഒന്നും അറിയാത്ത എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ബാക്കിയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് പൊടിയും അതുപോലെ ചോക്ലേറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രിഡ്ജിലോട്ടാണ് വെക്കേണ്ടത്. ഒരു 1/2 hour to 1 hour ആണ് വെക്കേണ്ടത്. ഞങ്ങൾക്ക് പിന്നെ ക്ഷമയില്ലാത്ത ഞങ്ങൾ ഫ്രീസറിൽ തന്നെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനാട്ടോ ട്രൈ ചെയ്യുന്നത്. ഞങ്ങൾക്ക് തീരെ ക്ഷമയില്ലാത്തതിനെ കൊണ്ട് ഞങ്ങളിത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ടിത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടോ, മസ്റ്റ് ട്രൈ ഇറ്റാണ്. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു അറൗണ്ട് ഒരു 80-90 റുപ്പീസിന് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് ആട്ടോ.
നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ട്രൈ ചെയ്തപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മിനിറ്റിന് ശേഷമുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒറ്റയടിക്ക് നിങ്ങൾ തീർച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗൈസ് ആ ലെയേഴ്സൊക്കെ നല്ല ചോക്ലേറ്റും അതുപോലെ തന്നെ സോഫ്റ്റ് ക്രീമണൊക്കെ ആയിട്ട് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ നന്നായിട്ട് കൊതി വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് മൊത്തം തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.